സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഇരുന്ന സാധനമാണ് ഈ കപ്പ ബിരിയാണി ടേസ്റ്റി നിബിൾസിന്. ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കഴിക്കാൻ പോകുന്നത്. റെഡി ടു ഈറ്റ് ഫുഡ് ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് 3 രീതിക്ക് ഉണ്ടാക്കാം. ഒന്ന്, ഒരു പാനിൽ പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്ക് 3 മിനിറ്റ് വരെ 5 മിനിറ്റ് വരെ ചൂടാക്കി ഉപയോഗിക്കാം. 2, മൈക്രോ ഓവനിനകത്ത് വെച്ചിട്ട് അങ്ങനെ ചൂടാക്കി ഉപയോഗിക്കാം. 3 എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം, അതായത് വെള്ളം ചൂടാക്കി അലുമിനിയം പാക്കറ്റ്, ഇതിനകത്തൊരു അലുമിനിയം പാക്കറ്റ് ഉണ്ട്, അത് പൊട്ടിക്കാതെ അതിനകത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് വരെ വെച്ച് ചൂടാക്കിയതിന് ശേഷം എടുത്ത് പൊട്ടിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കാം. യഥാർത്ഥ വില 290 രൂപയാണ്. പക്ഷേ അത്ര ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. ബഫല്ലോ മീറ്റ് കപ്പ ബിരിയാണി. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമേ. പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഈ ഒരു സാധനത്തിനാണ് കിട്ടുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടൂല എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നീട് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ സംഭവം ഉപയോഗം വരും. അപ്പോൾ ഇത് നമുക്ക് സെറ്റാണോ എന്ന് നോക്കണ്ടേ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇറക്കി വെക്കാം. 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ 5 മിനിറ്റ് ചൂടായി കഴിഞ്ഞു. നമ്മുടെ പോത്തിറച്ചി ഉണ്ടല്ലോ വെക്കുമ്പോഴുള്ള മണം നോക്കട്ടെ. ഇവിടെയൊക്കെ ചൂടുണ്ടേ, തട്ടിയിട്ട് വരാം കേട്ടോ. ഇത്രയാണ് ഗൈസ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. ഇളക്കിയ കപ്പ അല്ലാതെ പുഴുങ്ങിയ കപ്പയാണ്. പുഴുങ്ങിയ കപ്പയും പോത്തും, അതാണ് പരിപാടി. 290 MRP. 290 രൂപയ്ക്കുള്ള പരിപാടി ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, നോർത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പോത്ത് ഒക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ല ബീഫ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഈ പൈസ കൊടുത്തത് കൊണ്ടുപോകണതിൽ കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. ഞാൻ കഴിച്ചായിരുന്നു. കറക്റ്റ് ആ ഒരു പോത്ത് കറിയിലെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെ കേട്ടോ. ഇങ്ങനെ ഇത്രയും നാൾ ഇരിക്കാനായിട്ടുള്ളൊരു സാധനമായിട്ട് ഫീൽ ചെയ്യാനില്ല. വീട്ടിൽ വെച്ചൊരു സാധനം പോലെ തന്നെ ഫീൽ ചെയ്യണം. കൊള്ളാം. പീസ്